റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC അതുപോലെ LDC LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ. മുനിയറകളുടെ നാട് മറയൂർ. മറയൂർ അറിയപ്പെടുന്നത് മുനിയറകളുടെ നാട് എന്നാണ്. തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് പാലക്കാട്. തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് പാലക്കാട്. മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികൾ. മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാർ. പെരിയാറിനെയാണ് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചത്. മധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനം ബീഹാർ. മധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ബീഹാർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച വർഷം 1911. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ച വർഷം 1911. ഗദ്യരൂപത്തിലുള്ള വേദം യജുർവേദം. ഗദ്യരൂപത്തിലുള്ള വേദമാണ് യജുർവേദം. INCയുടെ പ്രസിഡൻ്റായ ആദ്യ ദളിത് വംശജൻ N. സഞ്ജീവയ്യ. INCയുടെ പ്രസിഡൻ്റായ ആദ്യ ദളിത് വംശജനാണ് N. സഞ്ജീവയ്യ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? അനുച്ഛേദം 72. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? അനുച്ഛേദം 72. ഇന്ത്യയിലെ ഫിലാറ്റലിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ഫിലാറ്റലിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ശബ്ദത്തിൻ്റെ പകുതി വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്. ശബ്ദത്തിൻ്റെ പകുതി വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനമാണ് ഒക്ടോബർ 23. ക്ലോറോഫോം നിർമ്മിക്കുന്നതിനുപയോഗിക്കുന്ന വാതകം മീഥേൻ. ക്ലോറോഫോം നിർമ്മിക്കുന്നതിനുപയോഗിക്കുന്ന വാതകമാണ് മീഥേൻ. ഘ്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജീവി ഷാർക്ക്. ഘ്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജീവി ഷാർക്ക്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്, ചൈന. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്, ചൈന. ലോകത്തിലെ ആദ്യത്തെ ബയോണിക് മനുഷ്യൻ റെക്സ്. ലോകത്തിലെ ആദ്യത്തെ ബയോണിക് മനുഷ്യൻ റെക്സ്. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ വലിയ വൃത്തം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ മത്സ്യ ഉൽപ്പാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ വിഹിതം 28%. കേരളത്തിലെ മത്സ്യ ഉൽപ്പാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ വിഹിതം 28%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് C. കേശവൻ. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കുമരകം. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കുമരകം. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉപോൽപ്പന്നം ഗ്ലിസറിൻ. സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ഗ്ലിസറിൻ. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. നെയിൽ പോളിഷ് റിമൂവർ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അസറ്റോൺ. നെയിൽ പോളിഷ് റിമൂവർ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അസറ്റോൺ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം.
ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം സോണോമീറ്റർ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം സോണോമീറ്റർ. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തമാണ് അരിസ്റ്റാർക്കസ്. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകം നൈട്രജൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകമാണ് നൈട്രജൻ. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24-നാണ് ലോക പോളിയോ ദിനം. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ന്യൂമോണിയ. ന്യൂമോണിയയാണ് ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം. ലോക കൊതുകു ദിനം ആഗസ്റ്റ് 20. ഓഗസ്റ്റ് 20-ആണ് ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ്. ആദ്യ പാരാലിമ്പിക്സ് നടന്നത് 1960. 1960-ലാണ് ആദ്യ പാരാലിമ്പിക്സ് നടന്നത്. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി വി ഗിരി. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി വി ഗിരി. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. SBI ദേശസാൽക്കരിച്ച വർഷം 1955. 1955-ലാണ് SBI ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. കൊൽക്കത്തയിലെ കപ്പൽ നിർമ്മാണശാല ഗാർഡൻ റീച്ച്. കൊൽക്കത്തയിലെ കപ്പൽ നിർമ്മാണശാലയാണ് ഗാർഡൻ റീച്ച്. ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 10. ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 10. സോപ്പ് ഓപ്പറ എന്നറിയപ്പെടുന്നത് TV സീരിയൽ. സോപ്പ് ഓപ്പറ എന്നറിയപ്പെടുന്നത് TV സീരിയലാണ്. ഏറ്റവും കുറവ് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള. ഏറ്റവും കുറവ് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് 230 വോൾട്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് 230 വോൾട്ട്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അൽനിക്കോ. അൽനിക്കോയാണ് സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണബലം കൂടുന്നു. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണബലം കൂടുന്നു. ഒരു ജലാശയത്തിൽ ആഴം കൂടുന്നതിന് അനുസരിച്ച് മർദ്ദം കൂടുന്നു. ഒരു ജലാശയത്തിൽ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നു. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം. അലസവാതകങ്ങളുടെ സംയോജകത 0. അലസവാതകങ്ങളുടെ സംയോജകതയാണ് 0. പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയ. പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. അറ്റ്ലസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ അസ്ഥിയാണ്? തലയിലെ. അറ്റ്ലസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ അസ്ഥിയാണ്? തലയിലെ. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നതാലി ബ്രൗൺ.
അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നതാലി ബ്രൗൺ. ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന വൻകര അന്റാർട്ടിക്ക. ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന വൻകര അന്റാർട്ടിക്ക. സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറോൾ ആവണക്കെണ്ണ. സുതാര്യ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറോൾ ആവണക്കെണ്ണ. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഡിറ്റർജൻറ്റുകൾ. ഡിറ്റർജൻറ്റുകളാണ് ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ. കൃത്രിമ റബ്ബർ നിയോപ്രിൻ. കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നത് നിയോപ്രിൻ. നിയോപ്രിനാണ് കൃത്രിമ റബ്ബർ എന്നറിയപ്പെടുന്നത്. വാൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ് ഇയർ. ചാൾസ് ഗുഡ് ഇയറാണ് വാൾക്കനൈസേഷൻ കണ്ടെത്തിയത്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്. ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി. ഭക്ഷണപദാർത്ഥങ്ങളുടെ രുചി കൂട്ടുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അജിനോമോട്ടോ. ഭക്ഷണപദാർത്ഥങ്ങളുടെ രുചി കൂട്ടുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അജിനോമോട്ടോ. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിൽ ഉപയോഗിക്കുന്ന ലവണം സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡാണ് ഫോട്ടോഗ്രാഫിൽ ഉപയോഗിക്കുന്ന ലവണം. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വമാണ് പാസ്കൽ നിയമം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ്. ആർക്കമിഡീസാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ. സിലിക്കണാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാഡ്രോ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനം. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് എന്ന്? 1973. 1973-ലാണ് ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത്. വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവികൾച്ചർ. വനപരിപാലനം സിൽവികൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോം. റൈബോസോമാണ് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഒരെണ്ണ സമരം നടന്ന വർഷം 1957. 1957-ലാണ് ഒരെണ്ണ സമരം നടന്നത്. കരിവള്ളൂർ സമരത്തിൻ്റെ പ്രധാന വനിതാ നേതാവ് കെ ദേവയാനി. കെ ദേവയാനിയാണ് കരിവള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവ്. അയ്യത്താൻ ഗോപാലൻ അംഗമായിരുന്ന സാമൂഹിക സംഘടന ബ്രഹ്മസമാജം. അയ്യത്താൻ ഗോപാലൻ അംഗമായിരുന്ന സാമൂഹിക സംഘടന ബ്രഹ്മസമാജം. നാഗർകോവിലിൽ ക്ഷയരോഗ പരിപാലന കേന്ദ്രം സ്ഥാപിച്ചത് മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസാണ് നാഗർകോവിലിൽ ക്ഷയരോഗ പരിപാലന കേന്ദ്രം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം അഞ്ചുതെങ്ങ്.
രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. 1906 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായത്. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ആദ്യമായി മുൻകൈയെടുത്ത വ്യക്തി മക്തി തങ്ങൾ. മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ആദ്യമായി മുൻകൈയെടുത്ത വ്യക്തിയാണ് മക്തി തങ്ങൾ. ശബരിഗിരി ആശ്രമം പണികഴിപ്പിക്കുന്നതിന് സ്ഥലം നൽകിയ വ്യക്തി അപ്പു യജമാനൻ. ശബരിഗിരി ആശ്രമം പണികഴിപ്പിക്കുന്നതിന് സ്ഥലം നൽകിയ വ്യക്തി അപ്പു യജമാനൻ. യുവഭാരതം പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ TR കൃഷ്ണസ്വാമി അയ്യർ. യുവഭാരതം പത്രത്തിൻ്റെ ആദ്യ പത്രാധിപറാണ് TR കൃഷ്ണസ്വാമി അയ്യർ. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രം കൽമാടം അയ്യപ്പ ക്ഷേത്രം. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രമാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. യാചനായാത്ര നടന്ന വർഷം 1931 ഏപ്രിൽ 26. 1931 ഏപ്രിൽ 26 യാചനായാത്ര നടന്നത്. ബാഗ്ഭടാനന്ദൻ കോഴിക്കോട് വച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ച വർഷം 1927. ബാഗ്ഭടാനന്ദൻ കോഴിക്കോട് വച്ച് പ്രീതിഭോജനം സംഘടിപ്പിച്ച വർഷം 1927. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. നെയ്യാർ ഡാം പണികഴിപ്പിച്ച വർഷം 1958. നെയ്യാർ ഡാം പണികഴിപ്പിച്ച വർഷമാണ് 1958. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. ഗാന്ധി സമാധാന പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ജൂലിയസ് നെരേര. ഗാന്ധി സമാധാന പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ജൂലിയസ് നെരേര. ആർട്ടിക്കിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ ഹിമാദ്രി. ആർട്ടിക്കിലെ ഇന്ത്യയുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷനാണ് ഹിമാദ്രി. ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി. ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. ഏറ്റവും വലിയ ഡാം ബക്രാനങ്കൽ. ഏറ്റവും വലിയ ഡാം ബക്രാനങ്കൽ. ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയിലെ തേയിലത്തോട്ടം അസാം. ഇന്ത്യയിലെ തേയിലത്തോട്ടം അസാം. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ. വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. ശബ്ദമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 2000. ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 2000. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇന്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ്. ഇന്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകൾ. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് വീലർ ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് വീലർ ദ്വീപ്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവാണ് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്ത 1911. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് 1911. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി പൂനെ ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം.
ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഹിരാക്കുഡ്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ടാണ് ഹിരാക്കുഡ്. ആരാധനാലയങ്ങളുടെ ജില്ല പത്തനംതിട്ട. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയാണ് പത്തനംതിട്ട. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ആകെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം 113. കേരളത്തിലെ ആകെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം 113 കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയയാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം. മൈക്രോഗ്രാഫിയയാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം. ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിൻ. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകം ടിന്നാണ്.